സംസ്ഥാനത്തെ ഭൂരിപക്ഷം ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികളുടെയും പ്രവർത്തനം നിലച്ചു. 14 ജില്ലകളിലെ ഉപഭോക്തൃ കോടതികളിൽ 4 എണ്ണം മാത്രമാണ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത്. ഒഴിവുകളിൽ നിയമനം നടത്താത്തതാണ് പ്രവർത്തനത്തെ ആകെ ബാധിച്ചത്. സംസ്ഥാനത്തെ 14 ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കോഴിക്കോട്, പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ കോടതികൾ മാത്രം. ഒഴിവുകളിലേക്ക് നിയമനം നടത്താത്തതാണ് മറ്റ് ജില്ലകളിലെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണം. എറണാകുളം ജില്ലയിൽ മാത്രം കെട്ടിക്കിടക്കുന്നത് 2000ഓളം കേസുകളാണ്. ജില്ലാ ജഡ്ജിക്ക് തുല്യമായ യോഗ്യതയുള്ള പ്രസിഡന്റും 2 അംഗങ്ങളും അടങ്ങുന്നതാണ് സമിതി. എറണാകുളത്ത് ജില്ലാ പ്രസിഡന്റ് ഉണ്ടെങ്കിലും മറ്റ് 2 അംഗങ്ങളുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് ഒഴികെയുള്ള 2 അംഗങ്ങളുടെ നിയമനം രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് നടക്കാറുള്ളത്. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്കിടയിലുള്ള തർക്കമാണ് നിയമനം വൈകാൻ കാരണമെന്നാണ് ആരോപണം. അതിലെ രാഷ്ട്രീയ താല്പര്യമാണ് പ്രധാന ഘടകമായിട്ടും. അതുകൊണ്ടാണ് ഈ കാലതാമസത്തിന് കാരണമെന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. ഇവർ പങ്കുവയ്ക്കുന്നതിനുള്ള തർക്കങ്ങളും കിട്ടാനുള്ള ആളുകളുടെ തെക്കും തിരക്കും ഒക്കെ. കാരണം ഇപ്പോൾ നല്ല സാലറിയാണ് ഇതിലുള്ളത്. ജില്ലാ ഫോറം പ്രസിഡന്റുമാർക്ക് 1 ലക്ഷം രൂപയും മെമ്പർമാർക്ക് 50,000 രൂപ ശമ്പളവും പെൻഷനുണ്ട് മെമ്പർമാർക്ക്. അതുകൊണ്ട് ഇതിലേക്ക് കൂടുതൽ ആളുകൾ താല്പര്യപ്പെട്ടു വരും. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കൺസ്യൂമർ അഫയേഴ്സ് സെക്രട്ടറി, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാൻ, നിയമ സെക്രട്ടറി എന്നിവരടങ്ങുന്ന സമിതിയാണ് നിയമനം നടത്തേണ്ടത്. നേരത്തെ ഉപഭോക്തൃ കോടതികളിലെ നിയമനം കൃത്യസമയത്ത് നടക്കാത്തതിന് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും സർക്കാരിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. വർഷങ്ങൾ പഴക്കം ചെന്ന കേസുകൾ പോലും കെട്ടിക്കിടക്കുമ്പോഴാണ് സംസ്ഥാനത്തെ ഒട്ടുമിക്ക ഉപഭോക്തൃ കോടതികളുടെയും പ്രവർത്തനം നിശ്ചലമായിരിക്കുന്നത്. ഇതോടെ പ്രശ്നപരിഹാരത്തിന് ആരെ സമീപിക്കണമെന്ന പ്രതിസന്ധിയിലാണ് ഉപഭോക്താക്കൾ. കൊച്ചിയിൽ നിന്നും SS ശരൺ, News 18.